ഹായ് കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞ് മനോട്ടം ഇപ്പോൾ വീഡിയോസേ ചെയ്യുന്നില്ല. കോൺക്രീറ്റ് വീട് തന്നെ ഒരു വെറൈറ്റി കണ്ടന്റ് ആണ്. അതിൽ തന്നെ സാധാരണ വ്ളോഗേഴ്സ് ചെയ്യുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ ഓരോ എലമെന്റ്സും ഡെയിലി കണ്ടന്റ് ആയിട്ട് ഇടാവുന്നതാണ്. പക്ഷേ നമ്മുടെ ചാനലിൽ 400 സംതിങ് വീഡിയോസ് സെയിം ഈ കോൺക്രീറ്റ് വീടിന്റെ കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ അതൊരു റിപ്പീറ്റേഷൻ ആയി തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഇന്നൊരു വെറൈറ്റി കണ്ടന്റ് ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇത് അത്ര വലിയൊരു വെറൈറ്റി കണ്ടന്റ് ഒന്നും അല്ല. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഒരു കാര്യത്തിന്റെ ഉത്തരാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. ഞങ്ങൾ ഇതുവരെ ചെയ്ത വീടുകളിൽ ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ മരത്തിന്റെ കട്ട്ലിയും ജനലും ഉപയോഗിക്കുന്നത്. ഇതിന്റെ മുൻപ് കോഴിക്കോട് സലാമിക്കയുടെ വീട്ടിൽ ഓൾറെഡി അവിടെ 2 പഴയ മരത്തിന്റെ ജനൽ അവിടെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വെച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ കംപ്ലീറ്റ്ലി മരത്തിന്റെ ജനലുകൾ വെക്കുന്നത് ഇതിലാണ്. അപ്പോൾ ഈ കാണുന്ന വലിയ ഡോർ ഫ്രെയിമും അതുപോലെയുള്ള കോർണർ വിൻഡോസും എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തതെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയും നല്ല മരത്തിലുള്ള ഡോർ ഫ്രെയിംസും വിൻഡോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് കേട്ടോ ഇപ്പൊ മനോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു കൺസ്ട്രക്ഷൻ സൈറ്റാണ്. സൈറ്റിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിലും ഏറ്റവും കൂടുതൽ ഡാമേജ് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഈ ചവിട്ടുന്ന ഭാഗം. അതുകൊണ്ടാണ് വെച്ച സമയത്ത് തന്നെ ഇത് ഇത്രയും പ്രൊട്ടക്ഷൻ ചെയ്ത് വെക്കാൻ കാരണം. നേരെ മറിച്ച് നമ്മളൊരു ഇരുമ്പിന്റെ ഡോർ ഫ്രെയിമാണ് വെക്കുന്നതെങ്കിൽ ഇത്രത്തോളം കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടി പോയാൽ അതിന്റെ ഒരു പ്രൈമർ മാത്രമാണ് പോവുക. അത് ഫൈനൽ പെയിന്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് മേക്ക് ഓവർ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഈ സൈറ്റിലെ എല്ലാ കോർണർ വിൻഡോസും അതുപോലെ ഈ മെയിൻ ഡോറും ഒറ്റ ദിവസം വെക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത്. പക്ഷേ ഇവിടെ അത് പാളി. അതിന്റെ കാരണം ജനലും ഡോർ ഫ്രെയിമും കുറച്ച് ദൂരത്തായിരുന്നു. താഴെയുള്ള ജീച്ചേട്ടന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇത് മേക്ക് ചെയ്തത്. അതുകൂടാതെ ഞങ്ങൾ വിചാരിച്ച പോലെയല്ല, അത്യാവശ്യം നല്ല ഹെവി ആയിരുന്നു. ഇപ്പൊ നിങ്ങളെ കണ്ടത് മനോട്ടന്റെ ഇറിറ്റേഷനും പ്രഷറും കൊണ്ട് എന്നെ ചീത്ത പറയുന്നതാണ് കേട്ടോ. കാരണം ഇവർ ഈ ഡോർ ഫ്രെയിം ഇവിടെ കൊണ്ടുവന്ന് വെച്ചതും പെരും മഴ പെയ്തു കേട്ടോ. ഇവർക്ക് ഈ ഡോർ ഫ്രെയിം ഇട്ട് മാറാനും പറ്റില്ല, എന്നാൽ അത് അവിടെ നിർത്താനും പറ്റാത്ത ഒരു അവസ്ഥയായിട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഇവർക്ക് ഈ മഴയത്ത് നിന്നിട്ട് തന്നെ അത് സെറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും സാധാരണ രീതിയിലുള്ള പോലെ കയറെല്ലാം കെട്ടി വെച്ചിട്ട് മാറി നിന്നൂടെന്ന്. പക്ഷെ ഇതങ്ങനെയല്ല. പക്ഷെ ആളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണതാണെങ്കിൽ എത്ര ബുദ്ധിമുട്ടിയാലും അത് ചെയ്യൂ കേട്ടോ. അതുപോലെ നമ്മുടെ സ്റ്റാഫും പറഞ്ഞു എന്തായാലും മഴ നനഞ്ഞു, ഇനി ഇത് മുഴുവൻ കഴിഞ്ഞിട്ട് നിർത്താന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഈ വെയിൽ കാണുമ്പോൾ വിചാരിക്കും ഈ വെയിലത്ത് കൊണ്ടുപോയിട്ടാണ് അവിടെ എത്തുമ്പോഴത്തേക്കും മഴ പെയ്തത്. ആ പാളി ദിവസത്തിൽ 3 ജനലുകളാണ് കേട്ടോ അവർ സൈറ്റിൽ എത്തിച്ചത്. അന്ന് എല്ലാ ജനലുകളും വെക്കാനായിട്ട് അത്രയും ആളും സെറ്റപ്പ് ആയിട്ടോ ഞങ്ങൾ പോയത്. പക്ഷെ അന്ന് ഈ ഡോർ ഫ്രെയിമിന്റെ പണി ആശാരിമാർ തീർത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാധാരണ ഇരുമ്പിന്റെ കട്ട്ലിയും ജനലും വെക്കുന്ന പോലെയല്ല, ഞങ്ങൾക്ക് ഇത് നല്ല ടാസ്ക് ആയിരുന്നു എന്ന്. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതുപോലത്തെ കോർണർ വിൻഡോസ് എല്ലാം കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മരത്തിന്റെ വലിയ ഡോർ ഫ്രെയിമുകളും. കാരണം ഇരുമ്പിന്റെ ആണെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അലൈൻമെന്റ് പോകാൻ ഒരു സാധ്യതയുമില്ല. പക്ഷെ മരത്തിൽ അങ്ങനെയല്ല. കാരണം പിടിക്കുന്ന ആരെങ്കിലും ഇതിന്റെ ഭാരം കാരണം അറിയാതെ നിലത്തിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അലൈൻമെന്റ് ഫുള്ള് തെറ്റും. അതുകൊണ്ടാണ് ഡിസ്കിന്റെ അലൈൻമെന്റ് തെറ്റിയ മനോട്ടൻ ഇതിന്റെ അലൈൻമെന്റ് തെറ്റാതിരിക്കാൻ കഷ്ടപ്പെട്ട് ഇത് പിടിക്കുന്നത്. ഞാൻ വിചാരിക്കലുണ്ട് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അതുപോലെ വണ്ടി ഓടിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ എന്നിട്ട് പറയും എന്നോട് ഫുൾ ബാക്ക് പെയിൻ ആണെന്ന്. അപ്പം ഞാൻ ചോദിക്കും ഇതൊക്കെ പിടിക്കാതിരുന്നൂടെ, വർക്കേഴ്സ് ചെയ്യില്ലേ എന്ന് ചോദിക്കും. അതിനുള്ള ഉത്തരാണ് കേട്ടോ ആദ്യമേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. പിന്നെ ഇതിപ്പോൾ ആദ്യമായിട്ട് കോൺക്രീറ്റിൽ നമ്മളൊരു മരത്തിന്റെ ഡോർ ഫ്രെയിമും വിൻഡോസും വെക്കുന്നത് കൊണ്ടാട്ടോ മനോട്ടിന് ഇത്രയും റിസ്ക് എടുക്കേണ്ട ആവശ്യം വരുന്നത്. 1-2 വീടുകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആവും. മുൻപ് കാലങ്ങളിൽ ഇരുമ്പിന്റെ വെക്കുന്ന സമയത്തും മനോട്ടോ ഇതേപോലെ ഇവർക്ക് നിന്ന് ചെയ്തു കൊടുത്തിരുന്നു. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാറ് തന്നെ ഇല്ല, അവർ തന്നെ വെച്ചോളും. പിന്നെ വലിയ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വലിയ ജനലുകളൊക്കെ വരുന്ന സമയത്ത് മാത്രമാണ് മനോട്ടിന് അങ്ങോട്ട് ചെല്ലാറുള്ളത്. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ആൾക്കാരുണ്ടായിരുന്നില്ലേ, പിന്നെ എന്താ ഇത്ര വലിയ ടാസ്ക് എന്ന്. ഇത് തുടക്ക ദിവസത്തിൽ കൊണ്ടുപോയി വെച്ച കോർണർ വിൻഡോസിന്റെ വീഡിയോസ് ആണ്. ഇതിൽ കാണുന്ന മല്ലനി മഹാദേവനെ ഒക്കെ ഞങ്ങൾ കാന്തല്ലൂർക്ക് ട്രാൻസ്ഫർ ചെയ്ത ശേഷമാണ് ഇന്ന് തിരിച്ചെത്തിയത്. ഇന്നത്തെ ഞങ്ങളുടെ ഭടന്മാർ സോനു ആൻഡ് ടീമായിരുന്നു കേട്ടോ. അതിൽ സോനും മനോട്ടനും മാത്രമാണ് കുറച്ച് ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളത്. ബാക്കി കാണുന്നവരെല്ലാവരും ഒരു 20 വയസ്സൊക്കെ ആയിട്ടുള്ള പൈതലുകളായിരുന്നു കേട്ടോ. അവരെ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചിരുന്നു നിങ്ങളെ കൊണ്ട് ഇത് പറ്റുമെന്ന്. പക്ഷെ അവർ സിമ്പിളായിട്ട് കൊണ്ടുവന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് സ്ഥിരം വരുന്നൊരു കമന്റിനുള്ള മറുപടിയാണ്. ഏത് വീഡിയോ ഇട്ടാലും അതിന്റെ അടിയിൽ വന്നിട്ട് ഇതിന്റെ ഇലക്ട്രിക്കലും പ്ലംബിങ്ങും എന്ത് ചെയ്യും എന്ന് ചോദിച്ച് തലയിൽ കൈവയ്ക്കുന്ന ആൾക്കാരുണ്ട്. അവരോടുള്ള മറുപടിയാണ് ഞങ്ങൾ ചെയ്യുന്ന വീടിന്റെ ഇലക്ട്രിക്കലും പ്ലംബിങ്ങും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പിന്നെ ചിലർ പറയും ഇത് പൊളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. അത് സത്യമാണ് കേട്ടോ, ഇത് പൊളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ചിലരുടെ വ്യാകുലത ഈ വീടിന്റെ ചൂടിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത് കേട്ടാൽ അവർക്ക് സങ്കടം വരും. പക്ഷേ സത്യം എന്താന്ന് വെച്ചാൽ എല്ലാ വീടിനെക്കാട്ടിലും ഈ വീടിന് ചൂട് കുറവാണ് എന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ പ്രസ്താവനയല്ല കേട്ടോ, ഇത് ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്ത വീട്ടിൽ താമസിക്കുന്നവർ പറയുന്നതാണ്. ഇനിയും സംശയമുള്ളവർ ഞങ്ങളെ വിളിച്ചാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം ഞങ്ങൾ തരാം. അവസരം എങ്ങനെ തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്ത വീട്ടിൽ ഒരു ഉച്ച സമയത്ത് നിങ്ങൾക്ക് പോകാനുള്ള ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഈ വീടിനെ കുറിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങൾ മനോട്ടം പറയും കേട്ടോ. ഹായ്, എപ്പോഴും ചോദിക്കലില്ലേ മരത്തിൻ്റെ കട്ട്ലിയും ജനലും വെക്കാൻ പറ്റുമോ, മരത്തിൻ്റെ കട്ട്ലിയും ജനലും വെക്കാൻ പറ്റുമോ എന്ന്. ഇതാ നമ്മൾ മരത്തിൻ്റെ അടിപൊളി കോർണർ വിൻഡോ അടക്കം വെച്ചിരിക്കണം കേട്ടോ. നമ്മൾ മരത്തിൻ്റെ ഒക്കെ വെക്കുന്ന സമയത്ത് ഞാൻ മുന്നേ പറയാറുണ്ട് നല്ല മരം നോക്കിയിട്ട് വെക്കണം. വെച്ചില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ ഫുള്ള് കോൺക്രീറ്റിൽ നമ്മൾ ഫിക്സഡ് ആയിട്ട് വെക്കുകയാണ്.
സാധാരണ കല്ലിൽ ഈസി ആയിട്ട് നമുക്കിത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പുറം കുത്തുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മരത്തിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാലും എടുത്തു മാറ്റാം. പക്ഷേ നമ്മളിതിൽ വെക്കുമ്പോൾ നല്ലത് വെക്കണമെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു മാറ്റൽ ഈസി ആയിരിക്കില്ല, കുറച്ച് റിസ്ക് ഉണ്ടാവും. കാരണം നമ്മൾ കോൺക്രീറ്റ് ഫുള്ള് കട്ട് ചെയ്യണം. കല്ലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ക്ലാമ്പ് വരുന്ന ഭാഗം മാത്രം തട്ടിയെടുത്ത് കഴിഞ്ഞാലും മാറ്റിയെടുക്കാൻ കിട്ടും. പക്ഷേ കോൺക്രീറ്റ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കോൺക്രീറ്റ് നമ്മൾ ഈ ഒരു ചുമര് ഫുള്ള് കട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇത് ഊരിയെടുക്കാൻ പറ്റുക. കോർണറായ കാരണം തന്നെ ഇതിൻ്റെ ഷെയ്ഡും വരിക ഈ 2 ജനലും കവർ ചെയ്തിട്ട് അപ്പുറത്തെ ജനൽ കവർ ചെയ്യുന്നവരെയാണ്. അപ്പോൾ നമ്മൾ അതിന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മളൊരു ഷോ വാൾ കൊടുത്തിരിക്കുകയാണ്. 8 ഇഞ്ചാണ് ഇതിൻ്റെ തിക്നെസ്. അപ്പോൾ ഈ ഒരു ഷോ വാൾ എന്തിനാണ് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലത്തെ ഷെയ്ഡ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഒരുപാട് വീടുകളൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് ചാടുന്നത്. ആ ഇടിഞ്ഞു പൊളിഞ്ഞ് ചാടുന്നതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ ഈ വീട്ടിൽ ഈ ഒരു വീഡിയോസിൽ കുറച്ച് കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള അതേപോലത്തെ ഷോവാളാണ് ഇനി ഈ ഒരു കോർണറിൽ അതേപോലത്തെ ഷോവാൾ വരണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ആ ഷോവാൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ ഷോവാൾ മാത്രമല്ല, നല്ല അടിപൊളിയൊരു ചട്ടല, അതായത് ഡോർ ഫ്രെയിമും വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഈ ഷോവാളിൻ്റെ കാര്യം പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ഒരു ഷോവാൾ വന്നിട്ടുണ്ട്. ഇവിടെ ഈ സൈഡിൽ ഇതേപോലത്തെ ഷോവാളുകൾ വരും. അപ്പോൾ ഈ സാധനങ്ങൾക്ക് സപ്പോർട്ട് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കോർണർ വിൻഡോ ഒക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ആ കോർണറിൽ ഈ ഒരു മരത്തിൽ ഒരിക്കലും നമ്മൾ ഇതിൻ്റെ ഒരു ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ 3 കോർണർ വിൻഡോ ആണ് വരുന്നത്. അതായത് മെയിൻ ആയിട്ടുള്ള 3 സ്ഥലങ്ങളിൽ ഇപ്പോൾ കല്ലിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു കോർണർ വരുന്ന ഭാഗത്ത് ആ ഒരു മരമാണ്. ആ മരത്തുമ്മയ്ക്ക് നമ്മൾ ഒരിക്കലും ഈ ഒരു ലോഡ് കണക്കാക്കാൻ പാടില്ല. അപ്പോൾ അതിന് നമ്മളെ രീതിയിൽ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് നമ്മളെ രീതിയിൽ ചെയ്തൊരു മാർഗ്ഗമാണ് ഇതാണ്. ഈ ഒരു DB വരുന്ന ഈ ഒരു ചുമര് ഇത് 4 ഇഞ്ചിൻ്റെ വീടാണ് കേട്ടോ. ഇപ്പോൾ 4 ഇഞ്ചിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇതേപോലെ കോർണർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, കോർണറിൽ നമുക്ക് മെയിൻ സ്ലാബിന് സപ്പോർട്ടൊന്നും കിട്ടില്ല. വലിയ ഹാളും വലിയ റൂമുകളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ചുമരുണ്ടല്ലോ, ഈ ഒരു DB വരുന്ന ചുമര്, DB അല്ല ഇത് വരുന്നത് നമ്മളെ മെയിൻ സ്വിച്ച് ബോക്സ് ആണ് കേട്ടോ. ഈ മെയിൻ സ്വിച്ച് ബോക്സ് നമ്മളിങ്ങനെ കൊടുക്കാറില്ല. അതിലിപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ ചുമര് നമ്മൾ 8 ഇഞ്ചാണ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ സാധാരണ നമ്മൾ മരത്തിൽ ഒരു കല്ലിൽ കയറ്റുന്ന വീട് മരത്തിൻ്റെ ജനലിൽ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയാണ് നിങ്ങൾക്കൊരു സ്റ്റെപ്പ് ഉണ്ടായിരിക്കുക. ഇത് ഏകദേശം 5 ഇഞ്ചാണ് ഇതിൻ്റെ ഫ്രെയിം വരുന്നത്. ബാക്കി നിങ്ങൾ ഈ കാണുന്നത് 8 ഇഞ്ചിൻ്റെ കോൺക്രീറ്റ് ആക്കിയപ്പോൾ ഇത്ര തിക്നെസ് വരും. നേരെ മറിച്ച് നമ്മൾ 4 ഇഞ്ചിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, 4 ഇഞ്ചിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഡിഫറൻസ് ആണ് 8 ഇഞ്ചിൻ്റെ ചുമരും 4 ഇഞ്ചിൻ്റെ ചുമരും തമ്മിൽ. 5 ഇഞ്ച് വെച്ചിരിക്കുന്നതാണ് പ്ലാസ്റ്ററിംഗ് തിക്നെസ്. നമ്മൾ മുകളിൽ കണക്കാക്കിയിട്ടാണ് 5 ഇഞ്ചിൻ്റെ മരത്തിൻ്റെ ഫ്രെയിം വെച്ചിരിക്കുന്നത്. കാരണം പ്ലാസ്റ്ററിംഗ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് മാച്ച് ആവാൻ വേണ്ടിയിട്ട്. ഈ ഒരു സൈഡിൽ ഞാൻ പറഞ്ഞത് ഓൾറെഡി 8 ഇഞ്ചിൻ്റെ ചുമരാണ് ഈ കോർണർ വിൻഡോ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം. നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് മെയിൻ ഡോർ വരുന്നത്. ആ മെയിൻ ഡോർ എന്ന് പറയുന്നത് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. 8 ഇഞ്ച് തിക്നെസ്സും 8.5 കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഒരു ഡോറിൻ്റെ ഫ്രെയിം കൊടുത്തിരിക്കുന്നത് 8.5. നമ്മളത് പ്ലാസ്റ്റിക് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നല്ല തേക്കിൻ്റെ കാതിൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് വെക്കാം. ഇത്രയും വലിയ ഡോറൊക്കെ നമ്മൾ കാതിലില്ലാത്ത മരത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം, ഇത് ഇവിടുന്ന് ഊരിയെടുത്ത് മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ എൻ്റെ പിള്ളേരെയും വർക്കാണ് ഈ ഒരു ഡോർ ഫ്രെയിം മാത്രം ഇവിടെ കൊടുന്ന് ഫിറ്റ് ചെയ്യുക എന്നുള്ളത്. നല്ല ഹെവിയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ സാധാരണ ചെയ്യണം ചെയ്യുന്നത് ബെൻഡൊന്നും ആവാണ്ടിരിക്കാൻ ഇത് കണ്ടില്ലേ, ക്ലാമ്പ് എല്ലാം ഇതിലേക്ക് അടിച്ച് നമ്മൾ ഇതിലേക്ക് വെൽഡിങ് അടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ക്ലാമ്പ് ആണി അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളെ പൈപ്പുമിക്ക് വെൽഡിങ്ങും ചെയ്തിട്ടുണ്ട്. നേരത്തെ വീടുകൾ പൊളിഞ്ഞ് അതായത് വീണ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ വലിയ ഡിസൈൻ വീടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ലാന്നുണ്ടെന്നുണ്ടെങ്കിലാണ് 2 നിലയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകൾ ഇപ്പോൾ പൊളിഞ്ഞു പറഞ്ഞത് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ ഈ ഒരു ഡോർ ഫ്രെയിം വെച്ചതും ഈ ഇപ്പോൾ ഷീറ്റ് അടിച്ചിരിക്കുന്ന ഈ ഒരു പോർഷനും വരാൻ പോകുന്നത് 8 ഇഞ്ചിൻ്റെ ചുമരാണ് കേട്ടോ, ടോപ്പ് വരെ. അതുപോലെ തന്നെ ഈ സൈഡിലും 8 ഇഞ്ചിൻ്റെ ചുമരാണ് വരിക. നമ്മൾ ഈ ഒരു വീട് 10 അടിയാണ് ഹൈറ്റ്. അപ്പോൾ നമ്മൾ ഈ ചുമര് 9 അടി വരെയുള്ള ഈ ചുമര് പൊക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചുമരും നമ്മൾ 9 അടി വരെ പൊക്കുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ സ്ലാബ് ഇടുന്ന സമയത്ത് നമ്മൾ എന്ത് കാട്ടും, ഈ ഇതിൻ്റെ മുകളിൽ നിന്ന് ബീം ആക്കിയിട്ടാണ്, പിന്നെ അതായത് റിങ് അടിച്ച് ബീം ആക്കിയിട്ടാണ് ഈ ഒരു സ്ലാബ് വാർക്കുക. അങ്ങനെ വാർക്കുന്ന സമയത്ത് എന്താ ഒരു ബെനിഫിറ്റ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ലാബിൻ്റെ ലോഡ് ഒരിക്കലും ആ ജനൽ മിക്ക് വരില്ല. കാരണം ഈ ഒരു കാണുന്ന 2 മീറ്റർ ഈ ഒരു ചുമര് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഏകദേശം ഒരു 2.5 മീറ്ററോളം ചുമര് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ബീം കണ്ടിന്യൂഷൻ കിട്ടുന്ന സമയത്ത് കാൻലിവർ പോലെ ആ സ്ലാബ് അവിടെ സപ്പോർട്ടായിട്ട് നിൽക്കും. നേരത്തെ പറഞ്ഞു ഫ്രണ്ടിൽ അതേപോലെ തന്നെ ഈ ഒരു സൈഡ് ബാക്ക് സൈഡിൽ ഇതൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിലും ഇതേപോലെ കോർണർ വിൻഡോ ആണ് വരുന്നത്. ഇനി ഈ ഒരു കോർണർ വിൻഡോ വെക്കാനുള്ളത് നേരെ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം ഉണ്ട്. അവിടെയാണ് ഈ ഒരു കോർണർ വിൻഡോ വെക്കാനുള്ളത്. ഈ ഒരു കാണുന്ന കോർണർ വിൻഡോ ഇപ്പം നോർമൽ രീതിയിൽ നമ്മൾ വെക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മളെ താഴത്തെ ചുമരിൻ്റെ നേരെ മുകളിലായിട്ടാണ് ഈ ഒരു കോർണർ വിൻഡോ വെച്ചിരിക്കുന്നത്. അതായത് ആ പ്ലാസ്റ്ററിംഗ് തിക്നെസ് മാത്രം വിട്ടിട്ട് കറക്റ്റ് ചുമരിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു കോർണർ വിൻഡോ വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ അടുത്ത വിൻഡോ അടുത്ത റൂമിൽ വെക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഐഡിയയാണ്. കാരണം ഫ്രണ്ട് സൈഡിലേക്ക് നമുക്കൊരു ബേ വിൻഡോ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സൈഡിലേക്കാണ് നമുക്കൊരു ബേ വിൻഡോ ഒരു ഓപ്ഷൻ ഉള്ളത് ഈ വീട്ടിൽ. അപ്പോൾ ഈ ഒരു റൂമിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു റൂമിൽ ഒരു ബേ വിൻഡോ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് അറിയാലോ, ഇതൊരു സ്ലാബിൻ്റെ മുകളിൽ നിൽക്കുന്ന റൂമാണ്. ഇവിടെ ഒരു ബേ വിൻഡോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാണുന്ന ഭാഗത്തേക്കൊക്കെ നല്ലൊരു നോട്ടം കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു പോർഷനിലാണ് ഇതിൻ്റെ കട്ടിൽ വരുന്നത്. ഇതിൻ്റെ മിഡിലായിട്ട് ഇപ്പോൾ ജനലിരിക്കുന്നതിൻ്റെ അവിടെയാണ് കട്ടിൽ വരിക. അപ്പോൾ കട്ടിൽ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു ഫുൾ ലെങ്ത്ത് നമുക്കതൊരു ബെഞ്ചായിട്ട്, അതായത് ബേ ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ചേട്ടാ,
ഇപ്പോൾ ബേ വിൻഡോ അത് 4 ഇഞ്ചിൻ്റെ ചുമരാണ്, 4 ഇഞ്ചിൻ്റെ ചുമര അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെ ചുമരാണെങ്കിൽ കൂടി ഇത്രയും വലിയൊരു മരത്തിൻ്റെ ബേ വിൻഡോ നമ്മൾ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് അടിയിൽ നിന്ന് സപ്പോർട്ട് വേണം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീടുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന കാരണങ്ങൾ. കാരണം മോഡിഫിക്കേഷൻ ഇങ്ങനെ നടത്തും. വീടിൻ്റെ മോഡിഫിക്കേഷൻ ഇങ്ങനെ ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റോ ഒരു പ്ലാൻ തന്നതിന് ശേഷം അവിടെ വർക്ക് ചെയ്യണം. അതായത് പിന്നെ പോലത്തെ ആൾക്കാർ വന്നിട്ട് ഓരോ ഐഡിയകൾ പറയുന്ന സമയത്ത് ആ ഐഡിയക്ക് അനുസരിച്ചിട്ട് വീട് ഇങ്ങനെ മോഡിഫൈ ചെയ്യും. ഇപ്പോൾ കല്ലിലാണ് ചെയ്യണിച്ചാൽ പറയും എനിക്ക് ഇവിടെ നല്ല ഓപ്പൺ വേണം, അപ്പോൾ 2 സൈഡിൽ കല്ലിൽ ചുമര് കെട്ടിയിട്ട് ബീമൊന്നും പ്രോപ്പറായിട്ട് കൊടുക്കാണ്ട് ചെയ്യും. അത് 2ാം നിലയുടെ മുകളിൽ കയറുന്ന സമയത്ത് ആ ബീമിനും ഇതിനും സ്ലാബിനും ലോഡ് താങ്ങാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അങ്ങനെയൊക്കെയാണ് ഈ വീടുകൾ പൊളിഞ്ഞ് വീഴുന്നത്. അതായത് ഒരു ആർക്കിടെക്ടോ എഞ്ചിനീയറോ നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഡിസൈൻ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ചിട്ടാണ് ഓരോ വീടിനും അവർ പ്ലാൻ വരയ്ക്കുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് പ്ലാനിൽ മോഡിഫിക്കേഷൻ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ടും ബലവും, അതായത് അത് നമ്മൾ ബലപ്പെടുത്തിയിട്ട് മാത്രമേ ഉള്ളൂ എന്തൊരു മോഡിഫിക്കേഷനും അതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ബേ വിൻഡോ വേണം എന്ന് ഞാനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തതാണ് ക്ലയൻറ്റിന്, ജിച്ചേട്ടന്. അപ്പോൾ ജിച്ചേട്ടന് ഭയങ്കര സന്തോഷമായി. എന്തായി കഴിഞ്ഞാൽ ഈ റൂമിൽ നല്ലൊരു ബേ വിൻഡോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറാണ്, അത് എങ്ങനെയും വെക്കുമോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വെക്കാം. പക്ഷേ നമുക്ക് റിസ്ക് ആണ്, നോർമൽ രീതിയിലുള്ള പണിയല്ലേ വരിക. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ആ ബേ വിൻഡോ വെക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ വർക്കുകളാണ് അഡീഷണൽ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത്. കാരണം ഇപ്പം നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നു ആ കോർണർ വിൻഡോ ഈ ഒരു ചുമരിൻ്റെ മുകളിൽ ഇരിക്കേണ്ടതാണ്. നമ്മൾ 2 അടിയാണ് പുറത്തേക്ക് തള്ളിയിടാൻ പോകുന്നത്. 2 അടിയോളം ഒരു ബാഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആ 2 അടി ബേ എടുക്കാനായിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടി എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു വീട് നിൽക്കുന്നത് പകുതി സ്ഥലത്ത് മറ്റേ ബേസ്മെൻറ്റ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടാണ്. കാരണം ഇവിടെ എത്രയും ഡെപ്തായി കിടക്കുന്ന മണ്ണാണ്. അപ്പോൾ നമ്മൾ കോളമെല്ലാം ചെയ്ത് സ്ലാബ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു ബേസ്മെൻറ്റ് തന്നെ ഈ കിച്ചൺ വർക്ക് ഏരിയ പിന്നെ ഒരു ബെഡ്റൂമും നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ ഒരു ബേ വിൻഡോ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ആ ബേ വിൻഡോ വരിക. അപ്പോൾ നോർമൽ രീതിയിലാണ് ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ ഈ നടുക്ക് കാണുന്ന ഈ ഒരു ചുമരിൻ്റെ മുകളിലാണ് നമുക്ക് ആ കോർണർ വിൻഡോ വെക്കേണ്ടത്. പക്ഷേ നമ്മൾ ഒരു 2-2.5 അടി പുറത്തേക്ക് ചാടിക്കുന്ന സമയത്ത് നമ്മൾ 2 സൈഡിലും നമ്മൾ ഫുട്ടിങ്ങിൻ്റെ അടിയിൽ നിന്ന് തന്നെ നമ്മളൊരു ഷോവാൾ പോലെ ഇട്ട് കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു സാധനം ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ബേ വിൻഡോന് ഒരു സപ്പോർട്ട് കിട്ടുക. കണ്ടല്ലേ ഇതിൻ്റെ ഈ സൈഡിലും. അല്ലാണ്ട് നമ്മൾ 2-2.5 അടിയൊക്കെ പുറത്തേക്ക് തള്ളിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കല്ലിലൊക്കെ പണിയുമ്പോൾ എന്നിട്ട് ആ ബീം മാത്രം കുറച്ച് അങ്ങോട്ട് കയറ്റി വെക്കും. ബേ വിൻഡോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാവും, അത് അവരുടെ ഇഷ്ടത്തിനൊക്കെ അങ്ങനെ ചെയ്യും. അതിനുശേഷം പിന്നെ ഈ ഒരു വരുന്ന ഇതിൻ്റെ മുകളിലത്തെ വീടിൻ്റെ ഭാരവും കാര്യമൊന്നും കാൽക്കുലേറ്റ് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് വീടുകൾ ഇളിഞ്ഞ് പൊളിഞ്ഞ് ചാടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോവാൾ വെറുതെ മണ്ണെന്നല്ല, നമ്മളിതിൻ്റെ അടിയിൽ പുട്ടിങ് എവിടെ നിന്നാണ് വെച്ചിരിക്കുന്നത് ആ പുട്ടിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് ഈ വരുന്ന ഒരു ഷോവാൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ ഇനി സ്ലാബ് വാർക്കാൻ പോകുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു സ്ലാബ് വാർത്തിട്ട് നമ്മൾ ആ കോർണർ വിൻഡോ ഈ എഡ്ജിലേക്ക് മാക്സിമം നീക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബേ വിൻഡോ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. വീടുകൾ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ മഴക്കാലത്ത് 6-7 വീടുകൾ ഞാൻ പൊളിഞ്ഞ് വീണതായിട്ട് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതിൽ പല ആൾക്കാരും പല അഭിപ്രായം പറയലുണ്ട്. അതായത് കല്ല് മോശമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ കുറ്റാണ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള മെയിൻ പ്രശ്നം ഇതാണ്. അതായത് ഒരു ആൾ ഡിസൈൻ ചെയ്ത വീട് അയാളുടെ പെർമിഷനോ അയാളുടെ ഉത്തരവാദിത്തത്തിലോ അല്ലാണ്ട് വേറൊരാൾ മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്ന സമയത്ത് അതിന് ആരും ഉത്തരവാദികൾ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീട് നമ്മൾ എഞ്ചിനീയറാണ് പ്ലാൻ വരച്ചിരിക്കുന്നത്, ആളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ പ്ലാനില്ല, ഞാനും ക്ലയൻറ്റും പറഞ്ഞതാണ് ആ ഡിസൈനിലാണ് ഈ വീട് ആൾ വരഞ്ഞ് പെർമിറ്റ് നമുക്ക് എടുത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ നമ്മളൊരു മോഡിഫിക്കേഷൻ ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ മോഡിഫിക്കേഷൻ്റെ ഫുൾ ഉത്തരവാദിത്വം നമുക്കായിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ മോഡിഫിക്കേഷൻസ് ചെയ്യാൻ പാടുക. സോഷ്യൽ മീഡിയകളിൽ ഈ വീടുകൾ പൊളിഞ്ഞു വീടുന്ന കാഴ്ചകൾ മാത്രമേ കാണാറുള്ളൂ. അതേപോലെ ആ വീട്ടുകാരൻ്റെ കരച്ചിലും സങ്കടം മാത്രം. ആ വീട് പണിയെടുത്തത് ആരാ, അതിനിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഡീറ്റെയിലിങ് അതൊന്നും നമ്മൾ അറിയാറില്ല. അതായത് എഞ്ചിനീയർ മിസ്റ്റേക്കാണോ അല്ലെങ്കിൽ വർക്ക് ചെയ്ത ആളെ മിസ്റ്റേക്കാണോ, പിന്നെ അതിനെക്കുറിച്ചിട്ട് ആരും ഒന്നും പറയുന്ന പോലും കേൾക്കാറില്ല. പറയുമ്പോൾ എന്താണ് വീട് വീണു എന്നുള്ളതാണ്. ഇപ്പോൾ കല്ലിൽ ചെയ്ത വീട് വീണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എത്ര കാലമായി നമ്മൾ കല്ലിൽ വീട് പണി തുടങ്ങിയിട്ട്? അങ്ങനെ എല്ലാ വീടുകളൊന്നും വീണില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അത് പണിത ആൾക്കാരുടെ അടുത്തുണ്ടാവുന്ന മിസ്റ്റേക്കുകളല്ലേ. ഇതിൻ്റെ മെയിൻ ഉത്തരവാദികൾ ഈ മാധ്യമങ്ങൾ തന്നെയാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഒരു മഴ സമയത്ത് ഒരു വീട് 2 നില വീട് പണിതുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണു എന്ന് പറഞ്ഞാൽ ഒരു റിപ്പോർട്ട് കൊടുക്കും. എന്നിട്ട് ആ വീട്ടുകാരൻ്റെ സങ്കടം കുറേ ഉണർത്തിക്കും. പക്ഷേ ഇത് എന്തുകൊണ്ട് വീണു, ഏത് രീതിയിൽ പണിയെടുത്തിട്ടാണ് അത് വീണത്, ആരാണത് വീഴാനുള്ള ഉത്തരവാദി എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇവരത് തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഇവർക്കുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെ പോലത്തെ ഒരുപാട് ഇതേപോലെ വീടുകൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എല്ലാവരും ബാധിക്കുന്ന കാര്യമല്ലേ. കാരണം ഒരു വീട് ഒരു മഴക്കാലത്ത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്ന സമയത്ത് വീടുകൾ വെച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉപഭോക്താവിനും സംശയമായിരിക്കും. നമ്മൾ കോൺട്രാക്ടർ നല്ല രീതിക്കാണോ ചെയ്യണത്, ചിലപ്പോൾ നല്ല രീതിക്കാവും ചെയ്യണത്, എന്നാലും അവർക്ക് സംശയങ്ങൾ ഒരുപാട് വരും. അപ്പോൾ മാധ്യമങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു വാർത്ത അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വീണെന്നുള്ളതും കൂടി ഇവർ തെളിക്കണം. അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അതിനൊന്നിനും സമയമില്ല. പക്ഷെ ഒരു വീട് പൊളിഞ്ഞ് വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ മനസ്സിലെല്ലാം ഒരു തീ കയറ്റാനായിട്ട് അതൊരു കാരണമാവും ചെയ്യും. ഞങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് എല്ലാതും ഇരുമ്പിൻ്റെയാണ്, ടാറ്റാ സ്റ്റീലിൻ്റെ കട്ട്ലേറ്റ് ജെല്ലുകളാണ് നമ്മളെ സ്കോപ്പിൽ ഉൾപ്പെടുത്താറ്. പിന്നെ ആൾക്കാർ എപ്പോഴും ചോദിക്കുന്നത് പോലെ മരത്തിൻ്റെ വെച്ചിരുന്നു. മരത്തിൻ്റെ വെക്കുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള മരത്തിൻ്റെ അവർ മേടിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കും. പക്ഷേ സാധാരണ ഞങ്ങൾ ഇരുമ്പിൻ്റെ വയ്ക്കണ മാതിരി ആയിരിക്കില്ല. ഞങ്ങൾക്ക് നല്ല റിസ്ക്കാണ് മരത്തിൻ്റെ വെക്കുമ്പോൾ. സാധാരണ വർക്ക് സ്പീഡിനേക്കാളും വളരെ സ്ലോ ആയിട്ടാണ് നീങ്ങുക. ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒരേ സമയത്ത് തന്നെ വെച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് വരും. ഇപ്പോൾ തന്നെ ഈ ഒരു വീട്ടിൽ ഈ ഒരു കോർണർ വിൻഡോസ് ഒക്കെ വലുതായ കാരണം കൊണ്ടാണ് നമ്മൾ തന്നെ വന്നിട്ട് അത് ശ്രദ്ധിച്ച് വെക്കണം. ആ മെയിൻ ഡോർ ആണെന്നുണ്ടെങ്കിലും നോർമലൈസ് ചെയ്തിട്ട് കാണാൻ പറ്റില്ല. 2 ജനൽ ഒരേപോലെ വെക്കാൻ പറ്റുമോ വെച്ചാൽ ഒരേപോലെ വെക്കാൻ പറ്റില്ല. അത് കുറച്ച് ഹെവി വർക്കാണ്. അതുപോലെ തന്നെ വെക്കുമ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ അത് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്തൊക്കെയായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളത്. പിന്നെ മരത്തിലൊക്കെ വെക്കുന്ന സമയത്ത് ഇപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഫുള്ള്
കുറുമ്പടി പുറത്ത് വരുന്ന രീതിയിൽ, അതായത് ഇപ്പം ഞാൻ ഈ സ്ലാബ് വാർത്തിരിക്കുന്നതിൻ്റെ മുകളിൽ ഒരു ടൈൽസ് വരും. അപ്പോൾ ആ ടൈൽസ് വരുന്ന സമയത്ത് നമ്മളെ ഫ്രെയിം ഒരിക്കലും മൂടി പോകാൻ പാടില്ല. അപ്പോൾ അത്രയും പൈസ ചിലവാക്കിയിട്ട് നമ്മൾ മരമൊക്കെ വയ്ക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഗ്യാപ്പ് ഇട്ട് ഫുള്ള് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് ടൈൽസ് വരുന്ന സമയത്ത് ഈ ഒരു 1 ഇഞ്ച് തിക്നെസ് കറക്റ്റായിട്ട് നമ്മുടെ ഡോറിൻ്റെ ഫുള്ള് ഫ്രെയിമും കാണുന്ന രീതിയിലൊക്കെ എടുക്കാനായിട്ട് പറ്റാം. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായ പണികൾ വരും. ഇപ്പോൾ കണ്ടപ്പോൾ ഇതൊരു ഷോ വാള് ഈ ഒരു രീതിയിൽ 8 ഇഞ്ചിലാക്കണം. കാരണം ഇത് 8 ഇഞ്ചിലാക്കാനുള്ള കാരണം തന്നെ ചില ആൾക്കാർ ഇപ്പോൾ 4 ഇഞ്ചിൽ നമ്മളെ ചുമരത്ത് എന്തിനാണ് 8 ഇഞ്ചിലാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ മരത്തിൽ വെക്കുന്ന സമയത്ത് ഈ മരത്തിൻ്റെ ഒരു കൊടുമ വരും, കണ്ടില്ലേ ഈ ഒരു സാധനം. ആ സാധനം നമുക്ക് ഒരിക്കലും കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റില്ല. അത് കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ ഡോർ ഫ്രെയിമിൻ്റെ ബലം പോയി. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കാണെങ്കിൽ നമ്മൾ 4 ഇഞ്ചിൻ്റെ ചുമരുള്ളത് നമ്മൾ പൈപ്പും കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവിടെ ഗ്യാപ്പ് ഇടുന്ന സമയത്താണ് നമ്മളെ ചുമരിൻ്റെ 10 സെൻറ്റിമീറ്ററും അതേപോലെ തന്നെ ഇതിൻ്റെ ആ കുടുംബയുടെ 10 സെൻറ്റിമീറ്ററും അവിടെ കൂടി വരുമ്പോഴാണ് കേട്ടോ ഈ ഒരു 20 സെൻറ്റിമീറ്ററിൻ്റെ ഈ ഒരു ഷോവാൾ ഇവിടെ വരുന്നത്. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കുക, സാധാരണ കല്ലിൽ ചെയ്ത വീട് പോലെ തന്നെ ഉണ്ടാവും. ഇത്രയാണ് കല്ലിൽ ചെയ്ത വീടിന് ഷോവാളാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനൽ ഫ്രെയിം ഈ ഒരു രീതിയിൽ നിൽക്കുകയും ചെയ്യും. ഈ ഒരു വീടിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ വീടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമ്മളെ ഇഷ്ടത്തിന് ചെയ്യണ വീടാണ്. അതായത് എൻ്റെ സ്വന്തം വീട്ടിൽ പണിയണ പോലെ അതിൻ്റെ ഐഡിയകൾ നമുക്ക് എന്താണോ അപ്പോൾ തോന്നണം അതേ രീതിയിലുള്ള ഐഡിയകൾ നോക്കി ചെയ്യണ ഒരു വീടാണ്. അപ്പോൾ ഇത് വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ വീട് ഏത് ലുക്കിൽ വരും എന്നുള്ളത് എനിക്കിപ്പോൾ തന്നെ നല്ല വ്യക്തമായിട്ട് അറിയാം. കാരണം ഇവിടെ ഫൈനൽ ഡിസിഷനും നമ്മളാണ് ഇതിൻ്റെ A to Z വരെ തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു വർക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറുതായിട്ട് തോന്നുന്നുണ്ടെന്ന് തന്നെ നമുക്ക് ആ വീട്ടിൽ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റുക. അപ്പോൾ ഇതൊരു കോട്ടിയാടാണ് കേട്ടോ വരുന്നത്. ഈ കോട്ടിയാടിൽ നിന്ന് ലീവിംഗ് എന്ന് ഇറങ്ങാം. ഇത് ലീവിംഗ് എന്ന് മെയിൻ ഡോറിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ലീവിംഗ്, ആ ലീവിംഗ് ഇവിടെ ഫുള്ളായിട്ട് ഇവിടെ ഒരു ഗ്ലാസ് ഡോർ വരും. അതേപോലെ തന്നെ ഇത് നമ്മളെ പൂളിൻ്റെ ആ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ഡോറാണ്. അവിടെ ഇതേപോലത്തെ ഗ്ലാസ് ഡോർ വരും. ഈ സേഫ്റ്റി ഇഷ്യൂ അപ്പോൾ ആൾക്കാർ ചിന്തിക്കും. ആ സേഫ്റ്റി ഇഷ്യൂവിനാണ് നമ്മളിവിടെ ലാസ്റ്റ് ഗ്രില്ല് ചെയ്തിട്ട് ഇതിൻ്റെ സേഫ്റ്റി ഇഷ്യൂ നമ്മൾ ഇതുകൊണ്ട് ഒഴിവാക്കും. അപ്പോൾ ഈ കോട്ടിയാടിന് നല്ല അടിപൊളി ഒരു ഇവിടെ തന്നെ നോക്കുമ്പോൾ നല്ലൊരു രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ കിട്ടുന്ന സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്കൊരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞു 8 ഇഞ്ചിൽ നമ്മൾ ഡോർ ഫ്രെയിം ചെയ്യുന്ന സമയത്തിനുള്ളത് സാധാരണ ചെയ്യണതിന് ഇതേപോലെ ക്ലാമ്പ് അടിച്ചിട്ട് ഇപ്പോൾ വൺ സൈഡ് നമ്മൾ ഷീറ്റ് ചാരിയുണ്ട്. ഇനി നമ്മൾ ഈ ഡോറിൻ്റെ അത്രയും തിക്നെസ്സിലാണ് നമ്മളിവിടെ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് പോണത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ അവിടെ ഒരു ഇതിൻ്റെ കാര്യം പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പോർഷനാണത്. ഈ ചുമര് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റാനും പറ്റില്ല. കാരണം നമ്മളെ കോർണർ പൈപ്പ് അവിടെ വരുന്ന കാരണം കൊണ്ട് അതിൻ്റെ സ്ട്രെങ്ത്തിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു 10 സെൻറ്റിമീറ്ററും കൂടെ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യണത്. വീടിന് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിറ്റ് ഔട്ടിൽ നിന്ന് അങ്ങനെ നേരെ ലിവിംഗ് കയറണം. നേരത്തെ കാണിച്ചെന്ന കോട്ടിയാടിക്കുള്ള എൻട്രൻസ് അവിടെയുണ്ട്. ഈ ഒരു കാണുന്ന പോർഷനാണ് നമ്മളെ ഡൈനിങ് വരുന്നത്. ഈ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് 18 അടീൻ്റെ ജനലാണ് വരുന്നത്. നമ്മൾ ഇരുമ്പിൻ്റെ ജനലാണ് വെക്കുന്നത്. അതായത് 18 അടീൻ്റെ ഫുൾ ഹൈറ്റ് ജനലാണ് വരുന്നത്. അങ്ങനെ വെക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സീൻ ബിലോ ആണ്. അതായത് ഫുൾ ഹൈറ്റ് ഈ ഒരു ഡൈനിങ്ങിൻ്റെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടാണ് ഇടാൻ പോകുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു വർക്ക് ഏരിയ, ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു കോർണറിൽ ബാത്റൂം വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മളെ വാഷ് ബേസിൻ ഏരിയ വരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ ഈ നേരെ കാണുന്നതാണ് നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ഒരു പോർഷൻ വരുന്നത്. അപ്പോൾ സ്റ്റെയർ കേസ് നമ്മളിവിടെ താഴ്ത്തിയിട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ ഇവിടെ നമ്മൾ സ്റ്റെയർ കേസ് തുടങ്ങണം. ഇതിൻ്റെ ഒരു പകുതിയിലേക്ക് നമ്മൾ ലാൻഡിങ് വെക്കും. ആ ലാൻഡിങ്ങും നമ്മൾ അതേപോലെ ബേവിൻ്റെ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഏരിയ പിള്ളേർക്ക് സ്റ്റഡി റൂമായിട്ട് ഉപയോഗിക്കാനാണ്. അപ്പോൾ നമ്മൾ അതിന് ഇവിടുന്ന് ഒരു 2 സ്റ്റെപ്പ് താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള ഒരു സ്റ്റഡി റൂം, അതായത് ആ സ്പേസും കൂടി നമുക്ക് കോണിയുടെ അടിയിലുള്ള സ്പേസ് ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ 2 സൈഡിലും 2 ബെഡ്റൂമിലേക്കുള്ള അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് നിങ്ങൾ കാണുന്നത്. ആകെയുള്ള ഒരു ലിവിങ് ഒരു പാസേജ് സ്പേസ് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളിതിൻ്റെ 2ൻ്റെ ഇടയിലാണ് നമ്മളൊരു പൂൾ കൊടുത്തിരിക്കുന്നത്. ആ പൂളിലേക്കുള്ള ബാത്റൂമാണ് ഈ ഒരു കാണുന്ന ഓപ്പണിങ്. പക്ഷേ ഇവിടെ ഒരു ലാൻഡിങ്ങും കൂടി വരാനുണ്ട്. അതായത് പൂളിൻ്റെ സൈഡിൽ കൂടി ഒരു പാസേജ് ഒരു 2 അടി വീതിയിൽ വരും. പൂളിനെ വല്ലാണ്ട് എഫക്ട് ചെയ്യാത്ത രീതിയിൽ. കാരണം ഇത് പൂളായിട്ട് നമ്മൾ ചെയ്തതല്ല, 2ൻ്റെ ഇടയിൽ വന്ന സ്പേസ് നമ്മളങ്ങനെ നമ്മളെ ഇഷ്ടത്തിന് ഇങ്ങനെ പറഞ്ഞപ്പോൾ പൂളാക്കി മാറ്റിയതാണ് ലാസ്റ്റ്. അപ്പോൾ ഇവിടുത്തെ കോർണർ വിൻഡോ എല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ വീട് ബാക്കിയുള്ള ഒരു ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഓരോ അപ്ഡേഷനായിട്ട് നമ്മൾ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോഴത്തെ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ. ഇതുപോലത്തെ മരത്തിൻ്റെ ഡോർ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ഒരാളെ എപ്പോഴും തുടച്ച് മിനിക്കാനായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഒപ്പം നിർത്തിക്കൊണ്ടിരിക്കണം. കാരണം നമ്മൾ കോൺക്രീറ്റ് ആവുന്ന സമയത്ത് എല്ലാ സമയത്തും തുടച്ച് വൃത്തിയാക്കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാണുന്ന ഫിനിഷിങ് കാണുന്നത്. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. ഇരുമ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഒരു ടാസ്ക് വരാറില്ല. കാരണം ഇത് നമ്മൾ പോളിഷ് വരെ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറ്റിയിരിക്കുന്നത്. ഇതിൻ്റെ വുഡെല്ലാം പോളിഷ് വർക്ക് വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇനി ഒന്ന് പെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ, ഫൈനലായിട്ട് ഒരു വാർണിഷ് മാത്രമേ ഉള്ളൂ ഇതിൽ വരാൻ പോകുന്നത്.